ഈമാനുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക്, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്ക്, പരലോക ബോധമുള്ളവർക്ക്, സ്വർഗ നരകങ്ങളിൽ ഈമാനുള്ളവർക്കാണ് സമാധാനം കൈവരുക. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾ സ്വസ്ഥമാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുക. ഹൃദയങ്ങൾ പടച്ച റബ്ബ്, ഹൃദയങ്ങളുടെ സൃഷ്ടാവ്, മനസ്സിനെ പടച്ചവൻ, അവനെക്കുറിച്ചുള്ള സ്മരണയിലെ മനസ്സകങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ, ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരുകയുള്ളൂ. ഹൃദയം, മനസ്സകം ചിന്തകൾ കൊണ്ട്, ആകുലതകൾ കൊണ്ട്, ഉത്കണ്ഠകൾ കൊണ്ട് വിഷാദം വരിഞ്ഞു മുറുക്കി മാനസിക സംഘർഷങ്ങളാൽ കടുത്തുപോയി ഞെരുങ്ങിപ്പോയി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിലേക്കുള്ള മനസ്സിന്റെ തേട്ടം, അള്ളാഹുവിലേക്കുള്ള അവലംബം, അവനേക്കുള്ള അഭയം പ്രാപിക്കൽ, അവനോടുള്ള രക്ഷാതേട്ടം, അത് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനം, ഹൃദയത്തിന് സമ്മാനിക്കുന്ന സ്വസ്ഥത, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ അവസ്ഥയാണ്. അതനുഭവിക്കുന്ന മുഅ്മിനിന് അതനുഭവിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ യുരിദില്ലാഹു അയഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ആരുടെ ഹൃദയമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് വിശാലത ചെയ്യുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നത്, അവന്റെ ഹൃദയത്തിന് ഇസ്ലാമിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്മാർഗത്തിലേക്കും ഈമാനിലേക്കും അല്ലാഹു വിശാലത ചെയ്യും. വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യികൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ വഴികേടിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഹൃദയം ഞെരുങ്ങും, അവരുടെ ഹൃദയം ഇടുങ്ങും, മാനസിക സംഘർഷങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിനെ പുൽകാത്തവർ, ഇസ്ലാമിലേക്കും ഈമാനിലേക്കും സഞ്ചരിക്കാത്തവർ, അവരുടെ ഹൃദയം ഞെരുങ്ങും. അവരെയും നമ്മയും പടച്ച, സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തെ പടച്ച ലോകരുടെ റബ്ബ്, ലോകരുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ വചനമാണിത്.